യുദ്ധത്തിൻ്റെ ഗതി മാറി ഒഴുകുകയാണ്. കഴിഞ്ഞ ദിവസം ജോർദാനിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം. ജോർദാന്റെ സൈനിക താവളത്തിൻ്റെ ഒരു ഭാഗം അപ്പാടെ തകർത്തു. തീപിടുത്തമുണ്ടായി. തീ കെടുത്താൻ ഇപ്പോഴും സാധിക്കാത്ത വിധം കത്തി അമരുന്ന രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആദ്യമായി ഇറാന്റെ പത്രങ്ങളും മീഡിയകളും ആ കാര്യം റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അത് അൽ ജസീറ വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ഇത് യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിലവിലെ സാഹചര്യത്തിൽ കൃത്യതയോടുകൂടി ജോർദാനിൽ നിന്നാണ് ഇറാന് നേരെ ആക്രമണം വരുന്നത്. ജോർദാനുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെയും യുദ്ധ കവചിത വാഹനങ്ങളെയും യുദ്ധ വിമാനങ്ങളെയും എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 4-ലധികം യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിരിക്കുന്ന യുദ്ധക്കപ്പലല്ല, പക്ഷേ യുദ്ധക്കപ്പലാണ്. 20-ലധികം യുദ്ധക്കപ്പലുകൾ അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. ജെറാൾഡ് ഫോർഡ്, അബ്രഹാം ലിങ്കൺ, ജോർജ് ബുഷ്, ഇതൊക്കെയാണ് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ട് പരിഗണിക്കുന്നത്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് വല്ലാതെ ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതും, ഇവിടെ നിന്ന് ഈ കപ്പൽ വഴി ഇറാനെ ആക്രമിക്കുന്ന പ്രവൃത്തി ഇപ്പോൾ അമേരിക്ക തുടരുന്നുണ്ട്. അതിനുള്ള തിരച്ചടിയാണ് ഇപ്പോൾ ജോർദാൻ്റെ സൈനിക താവളം അപ്പാടെ തകർത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇറാന്റെ ഇർന അടക്കമുള്ള മീഡിയകൾ ഇത് തെളിവോട് കൂടിയിട്ട് അതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ സഹിതം വെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതോടനുബന്ധിച്ച് ഈ ഇറാനുമായിട്ടുള്ള സമാധാന കരാർ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ, അതിന് ഇറാൻ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയും അനുബന്ധിച്ച് ഇറാന് നേരെ വലിയ ആക്രമണം നടത്തുകയും ചെയ്തു. അതിൽ അവരുടെ ഒരു പാലം തകർത്തു, സ്റ്റീൽ പ്ലാന്റ് തകർത്തു, റിസർച്ച് സെൻറ്റർ തകർത്തു എന്നുള്ള, അഥവാ സിവിലിയൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണ രീതിയാണ് ഇപ്പോൾ അമേരിക്ക തുടരുന്നത്. ഇത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്ന തന്ത്രമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് തലത്തിലുള്ള അല്ലെങ്കിൽ സൈനിക ബേസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തിനേക്കാൾ അവർക്ക് എപ്പോഴും താല്പര്യം സിവിലിയൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മരണം ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലൊന്നാണ് സിവിലിയനുമായിട്ട് ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണം. അതിൽ മതസ്ഥാപനങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും സാമൂഹിക സ്ഥാപനങ്ങളാണെങ്കിലും ഇതൊന്നും ആക്രമിക്കരുത്. ആശുപത്രിയൊക്കെ ഇതിൽ പെടുന്നതാണ്. വൃദ്ധസദനങ്ങൾ, ആശുപത്രി, ഓർഫനേജ് തുടങ്ങിയ മേഖലയൊക്കെ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് അന്താരാഷ്ട്ര നിയമ രീതിയാണ്. എന്നാൽ ഇസ്രായേൽ അത് പാലിക്കാറില്ല, ഒരു കാലത്തും പാലിച്ചിട്ടില്ല. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ആദ്യം തന്നെ തകർക്കപ്പെടുന്നത് ജനനിബിഡമായിരിക്കുന്ന ഏരിയ ആയിരിക്കും. ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്ന ഭാഗങ്ങൾ പോലും മിസൈൽ പായിച്ചുകൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുന്ന രീതി അവർ തുടരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇത് പ്രതികരിച്ചത് ശക്തമായിരിക്കുന്ന സമാന തിരിച്ചടികൾ കണ്ണിന് കണ്ണ് എന്ന തരത്തിൽ തന്നെ ഉണ്ടാകും. അതിന് പ്രതീക്ഷിക്കുക, അത് ലോകത്തിന് തങ്ങൾ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇറാൻ്റെ മഹർ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ജോർദാനിൽ 4ഓളം അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട്. അതൊന്നും ഇനി പ്രവർത്തനക്ഷമമാക്കാത്ത തരത്തിൽ നാശം വിതക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ IRGC ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതും വളരെ പ്രാധാന്യമുള്ള ന്യൂസാണ്. ഇതിലെ വിഷയം എന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവൃത്തിയായിട്ട് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. ആദ്യ ഘട്ടത്തിലൊക്കെ ലക്ഷ്യത്തിലേക്ക് മിസൈൽ വിടുക, പ്രതിരോധം തകർക്കുന്നത് അവരുടെ പണിയായിരുന്നു. എന്നാൽ പ്രതിരോധം തകർക്കാൻ വേണ്ടി സംവിധാനിക്കപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യ ആക്രമണം നടത്തിയിട്ട് ആ പ്രതിരോധ സംവിധാനം തന്നെ ഇല്ലാതാക്കുക. ഇറാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി അതാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആകാശം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ആകാശം പോലെയാണ്. ഏത് സമയത്തും ഇറാൻ്റെ മിസൈലിനെ അവർ സ്വീകരിക്കും. എന്നിട്ട് ആക്രമണ രീതികളൊക്കെ അതിന് തുടർച്ചയായിട്ടുണ്ടാവുകയും ചെയ്തു. പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആക്രമണത്തിൻ്റെ കാഠിന്യം കൂടുകയും അതിൻ്റെ നാശങ്ങൾ കൂടുകയും മരണസംഖ്യ കൂടുകയും ചെയ്തു. ഇസ്രായേലിന് ഇതുവരെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചില മേഖല അപ്പാടെ തകർന്ന് തരിപ്പണമായി എന്നല്ല, ഗസയാണോ ഇസ്രായേലാണോ എന്ന് മനസ്സിലാവാത്ത വിധം തെല്ലവീവിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ജോർദാന് 2-3 പ്രാവശ്യം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വല്ല തരത്തിലും ആക്രമണം നടത്തിയാൽ തിരിച്ചടി, നിങ്ങളെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കും. അത് ആദ്യത്തെ ഇറാൻ 300ഓളം മിസൈൽ ആദ്യത്തെ ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഈ ഇസ്രായേലിലേക്ക് വിട്ടതിൽ 100ഓളം മിസൈലുകളെ പ്രതിരോധിച്ചത്
ജോർദാൻ്റെ അതിർത്തി, ജോർദാൻ്റെയും ഇസ്രായേലിൻ്റെ അതിർത്തിയിലും ജോർദാൻ്റെയും സൗദിയുടെയും അതിർത്തിയിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രതിരോധ സംവിധാനങ്ങളാണ് ഇതിനെ ഈ പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്തു. 100ഓളം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് ഇറാൻ ഒരു മുന്നറിയിപ്പ് ജോർദാൻ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു പ്രവൃത്തികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് നിങ്ങൾക്കെതിരെ ശക്തമായിരിക്കുന്ന നടപടി സ്വീകരിക്കും, അഥവാ നിങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഈ ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി രണ്ടിലധികം പ്രാവശ്യമോ കഴിഞ്ഞ വർഷം തന്നെ ഇറാൻ സന്ദർശിക്കുകയും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി അയത്തുള്ള അലി ഖംനായിയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കാണണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇറാൻ അത് സമ്മതിച്ചിട്ടില്ല. ഇറാൻ്റെ വിദേശകാര്യ സെക്രട്ടറിയോ അല്ലെങ്കിൽ വിദേശകാര്യ ഉദ്യോഗസ്ഥനോ മാത്രമാണ് ജോർദാൻ്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിച്ചത്. ഇതിനു മുൻപ്, അതായത് 2024 ജോർദാനിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഒരു ആക്രമണം നടത്തുകയും 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അതിൻ്റെ തിരിച്ചടി ഉണ്ടാവാൻ വേണ്ടി, അത് ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകണം എന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിച്ചത് 15 ദിവസമാണ്. അപ്പോൾ അത് ശക്തരാണ് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിരോധ വിഭാഗങ്ങൾ എന്നറിയാവുന്നതാണ്. അപ്പോൾ ജോർദാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യം 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേലുമായിട്ട് അവർക്ക് വലിയ സൗഹൃദമാണ്, വലിയ ബന്ധമാണ്. ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയത്തിലും ജോർദാനെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്. അത് ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ച് വിശദീകരണമില്ല. ജോർദാൻ ആണവായുധം കൊടുക്കുന്നതുമായിട്ട് സാങ്കേതികവിദ്യ കൈമാറുന്നതോ അതല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും ആണവായുധ മേഖല ജോർദാൻ്റെ മേഖലയിൽ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ല. സൗഹൃദ ബന്ധമാണ്, നയതന്ത്ര ബന്ധമാണ്, എല്ലാ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ ബന്ധങ്ങൾ ഈ 1967 ശേഷം നിലനിർത്തിയിരുന്നു. പിന്നീട് ആ യുദ്ധത്തോടനുബന്ധിച്ചാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ജോർദാൻ്റെ കൈവശത്തിലുള്ള ഭൂമി പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തത്. അത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ജോർദാൻ നീങ്ങിയില്ല. കാര്യം അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഏകദേശം 4 രാജ്യങ്ങൾ നേരിട്ടും ഏകദേശം 8ഓളം രാജ്യങ്ങൾ അവർക്ക് പിന്തുണ നൽകിയിട്ട് നടത്തപ്പെട്ട യുദ്ധമാണ്. അതിൽ അതിജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജോർദാൻ ഒറ്റയ്ക്ക് ഇസ്രായേലുമായിട്ട് പോരാടി ജയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പിന്നീട് അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. കുറേ കരാർ വ്യവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം വന്നിട്ടുണ്ട്. 5ലധികം യുദ്ധവിമാനങ്ങളെ ഈ ജോർദാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ മിസൈൽ പായിച്ച് തകർത്തിട്ടുണ്ട്. അതിൽ സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. ഇത് ഔദ്യോഗികമായിരിക്കുന്ന സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥിരീകരണം വരണമെങ്കിൽ ജോർദാനിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നു. ആക്രമണം തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതാണ്. അതിപ്പോൾ എല്ലാ മീഡിയയിലും അത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ പല മീഡിയയിലും പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ യുദ്ധവിമാനം തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടിനകത്ത് 7 യുദ്ധവിമാനം തകർത്തു എന്നുള്ളതും ചിലതിൻ്റെ അകത്ത് 9 യുദ്ധവിമാനം തകർത്തു എന്നുള്ളതാണ്. നിരീക്ഷണ പറക്കലിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിനോ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവരുടെ ബേസിൽ നിന്ന് ഉയർന്നു പൊന്തി ചുറ്റുഭാഗം ഇങ്ങനെ കറങ്ങുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ 7 യുദ്ധവിമാനമാണ് തകർത്തതെങ്കിൽ അല്ലെങ്കിൽ 6 തകർത്തെങ്കിൽ 6 മിസൈൽ കൃത്യമായ രീതിയിൽ അതുമേൽ പതിക്കണം എന്നുള്ള നിർബന്ധമാണ്. 1000-ലധികം കിലോമീറ്റർ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ ഈ ജോർദാനും ഇറാനും തമ്മിൽ. അപ്പോൾ അത്രയും ദൂരപരിധി കഴിഞ്ഞുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കണമെങ്കിൽ ഇതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളെല്ലാം ചോർന്നു വയ്ക്കുക, അഥവാ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇറാനിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കുന്നുണ്ടോ എന്ന് അമേരിക്കയ്ക്ക് സംശയം, ഇസ്രായേലിനും സംശയം. കാരണം വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്ന വിധം എന്ത് സാങ്കേതിക വിദ്യയാണ് ഇറാൻ്റെ കൈവശത്തിലുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമാണ്. അതുകൊണ്ട് അവർ പറയുന്നത് തൊട്ടടുത്ത രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത പ്രദേശത്തിൽ നിന്ന് ആക്രമിക്കുന്നത്, അതായത് അവരുടെ പ്രോക്സി വിഭാഗങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത്, അതേ ഗൾഫ് രാജ്യം ഇപ്പോൾ 6 രാജ്യത്തിൻ്റെ അകത്ത് ഇറാൻ്റെ പ്രോക്സി വിഭാഗങ്ങൾ ഉണ്ടോ, അവിടെ വെച്ച് ആക്രമിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യമാകുന്ന സമയത്ത് ഏറെക്കുറെ തൊട്ടടുത്ത രാജ്യം, അതായത് സിറിയ അതിൽ പറയുന്നുണ്ട്, ഈജിപ്ത് പറയുന്നുണ്ട്, ജോർദാൻ പറയുന്നുണ്ട്, അതിർത്തി പങ്കിടുന്ന മറ്റ് ലെബനാൻ ഇപ്പോൾ ഏതായാലും യുദ്ധം നടക്കുന്നത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കും യുദ്ധം നടക്കുന്നു. 200-ലധികം ഇസ്രായേൽ സൈനികർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ തന്നെ ജോർദാൻ്റെ കൈവശത്തിലാണ്, അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലാണ്. 100-ലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കും റിപ്പോർട്ട് വന്നു. ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലെ സർവ്വ മേഖലയും ഇപ്പോൾ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു.
അപ്പോൾ ഇറാഖിനാണ് ഏറ്റവും പ്രബലമായിരിക്കുന്ന സംശയം. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിൻ്റെ അകത്ത് ഷിയ മിലിഷ വിഭാഗം സജീവമാണ്. ഇറാന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാനും എല്ലാ കാലത്തും അവർ മുൻപന്തിൽ നിന്ന വിഭാഗവുമാണ്. അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോർദാനും ഈജിപ്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈജിപ്ത് സൈലൻ്റ് ആണ്. ഒരു വിഷയത്തിലും അവർ മധ്യസ്ഥ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലല്ലാതെ വേറൊരു കാര്യത്തിൽ ഇടപെടില്ല. പക്ഷേ വൈകാരികമായി ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ഈ ഈജിപ്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈജിപ്തിനകത്തുണ്ട് എന്ന് മാത്രമല്ല, ഈജിപ്തിൽ പല ഘട്ടങ്ങളിൽ ഇസ്രായേലുമായിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ 1960 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഈജിപ്താണ്. നാസറിൻ്റെ ഭരണകൂടമാണ് അത് നേതൃത്വം നൽകിയത്. എല്ലാ കാലത്തും ഇസ്രായേലുമായിട്ട് ബദ്ധശത്രുവായിട്ട് തന്നെയാണ് അവിടുത്തെ ജനത ഇസ്രായേലിനെ കാണുന്നത്. സർക്കാർ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം മാറിയതോടുകൂടി പിന്നീട് അമേരിക്കക്കും ഇസ്രായേലിനും സംയുക്തമായി ഇത് ചേർന്ന് നിൽക്കുന്ന ഒരു പാവ സർക്കാരാണ് അവിടെ. സിസിയുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ പാവ സർക്കാരാണ്. അപ്പോൾ സർക്കാരിനെ മാറ്റി നിർത്തിയാൽ ജനകീയപരമായ രീതിയിലും സൈനികരുടെ നല്ലൊരു ശതമാനം ഇസ്രായേൽ വിരുദ്ധരാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നുണ്ടോ എന്നിപ്പോൾ അവർ സംശയിച്ചു. കാരണം വളരെ കൃത്യതയോടുകൂടി നിരന്തരം നിലക്കാത്ത രീതിയിലുള്ള ആക്രമണത്തിൻ്റെ പെരുമയാണ് ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഹൂത്തികൾ സജീവമാണ്, ഒരു ഭാഗത്ത് ഹിസ്ബുള്ള സജീവമാണ്, ഇറാൻ ഏതായാലും സജീവമാണ്. ഈ മൂന്നും അല്ലാത്ത വിധത്തിലും ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിക്കുന്നു, യുദ്ധവിമാനത്തെ ആക്രമിക്കുന്നു, സൈനിക മേഖലയെ ആക്രമിക്കുന്നു. നാശത്തിൻ്റെ നാശം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ചരിത്രത്തിൽ അമേരിക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടില്ല. ജോർദാനിലെ എംബസി കോൺസുലേറ്റൊക്കെ അടിച്ചു പൂട്ടാൻ വേണ്ടി പറഞ്ഞു. ചില ഭാഗത്ത് എംബസി, ചില ഭാഗത്ത് കോൺസുലേറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ പൗരന്മാരോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. സുരക്ഷാ താവളങ്ങളിൽ നിൽക്കുകയോ രാജ്യം വിട്ടു പോവുകയോ ആണ് വേണ്ടത്. അവിടെ നിൽക്കുന്നത് വലിയ അപകടമാണ് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടു പോകണം. അതല്ലെങ്കിൽ നിങ്ങൾ ജോർദാനികളുടെ കൂടെ താമസിക്കണം. ഒറ്റക്ക് അമേരിക്കയുടെ അക്കമഡേഷനിൽ സെപ്പറേറ്റ് ആയിട്ട് അവർ തന്നെ താമസിക്കുന്ന രീതി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് നിങ്ങൾക്ക് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വലിയ വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കക്കാരും ഇസ്രായേലിനും താമസിക്കുന്ന എല്ലാ മേഖലയും ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ആളുകൾ താമസിക്കുന്നില്ല. കാര്യം അതൊരു ദുരന്ത ഭൂമിയാണ്. ഏത് നിമിഷവും ഇറാൻ്റെ ആക്രമണം വരും പ്രതീക്ഷിക്കുന്ന ഭൂമിയായിട്ട് യഥാർത്ഥത്തിൽ ആ മേഖല മാറിയിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ പൗരന്മാർ താമസിക്കുന്ന അക്കമഡേഷനോട് കൂടിയിട്ടാണ് അമേരിക്കയുടെ പൗരന്മാർ താമസിക്കുന്നത് എന്നുള്ളതും അത്തരം അതായത് മനുഷ്യ കവചം തീർക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ അമേരിക്ക ചെയ്യുന്നുണ്ട്, അറേബ്യൻ രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ജോർദാൻ്റെ ഭാഗത്തും ചെയ്യുകയാണെങ്കിൽ ജോർദാനികളോട് ഈ ഇറാൻ പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാണ്. തങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള വിവരങ്ങൾ അപ്പം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി ചാരന്മാരെ വെച്ചോ മറ്റോ ഏതോ തരത്തിൽ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ട്. ആ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുക. അത്തരം പ്രവൃത്തി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ളതും അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്നുള്ള നിർദ്ദേശം ജോർദാനിലെ പൗരന്മാർക്ക് നൽകുക. അപ്പോൾ ജോർദാനിനെ സംബന്ധിച്ചിടത്തോളം അവിടും വല്ലാത്ത രീതിയിൽ ആകാംക്ഷയായി വലിയ രീതിയിൽ വിഷയത്തിൽ അവർ നിൽക്കുന്നു. കാരണം അവരുടെ ജീവൻ പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്കും അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജോർദാനിലാണ് ഇനിയിപ്പോൾ ഒരു വലിയ മഹായുദ്ധം നടക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ ഈ മേഖലയിൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് യുദ്ധം തീരാൻ പോവുകയാണ്, യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്, യുദ്ധം ഇപ്പോൾ തീരും, ഞങ്ങളിത് പിന്മാറ്റം തുടങ്ങിയിരിക്കുന്നു. അതിന് തൊട്ട് പുറകെ തന്നെ പിന്നെ ഇറാൻ ആക്രമിക്കുക. അവരൊരു രീതി അങ്ങനെയാണ്. ചതിയന്മാരാണ്, വഞ്ചകരാണ്, കളവും നുണയും മാത്രമാണ് പ്രചരിപ്പിക്കുക. അത് കോട്ടും ടൈയൊക്കെ ഇട്ട് ഇങ്ങായിട്ട് അവർ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് വളരെ സത്യം പറയുന്ന അതേ രീതിയിൽ, അതേ ആംഗ്യ ഭാഷയിൽ, അതേ ഈ ശരീരഭാഷയിൽ അവർക്ക് കള്ളത്തരവും പൊള്ളത്തരവും പറയാൻ വേണ്ടി പറ്റും. ലോകത്തെ പല ഘട്ടങ്ങളിലും തെറ്റിദ്ധരിപ്പിച്ചത് ഈ പൊള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.